സംസാരിക്കുവാനുള്ളത് സഭയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് 2020 ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ സഭ സഹിച്ചു. 2011 നമ്മുടെ സഭ മലമേൽ സ്ഥാപിതമായിരിക്കുന്ന പട്ടണം പോലെ ആയിത്തീരുവാൻ നിങ്ങളെല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയെ ആക്ഷേപിക്കുന്നവർ, നമ്മുടെ സഭയെ പൊതുശത്രുവായി കാണുന്നവരുണ്ട്. നമ്മുടെ സഭ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 40 രാവും 40 പകലും മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നോഹയുടെ പെട്ടകം അതിങ്ങനെ ജലപ്രളയത്തിന് മുകളിലൂടെ ഇങ്ങനെ പൊന്തി പൊന്തി നടന്നു. ജലപ്രളയം അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ നോഹയുടെ പെട്ടകം അറാറത്ത് പർവ്വതത്തിൽ ഉറച്ചു. മലങ്കര സഭയാകുന്ന നൗക അറാറത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുമെന്നുള്ളതിന് 2 പക്ഷമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഷ്ട്രീയം പറയുവാണെന്ന് ആരും വിചാരിക്കരുത്. എന്ന് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മലങ്കര സഭയോടുള്ള പ്രതികരണം എത്ര സംസ്കാരത്തിന് നിരക്കാത്തതാണ് എന്നുള്ളത് നമ്മൾ അറിയണം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നീതിയാണ്, സമത്വമാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കേരള ചരിത്രത്തിലും ലോക ചരിത്രത്തിലും പഠിപ്പിച്ചത്. നീതിയുടെ നിലപാടും സമത്വത്തിന്റെ നിലപാടും ഒക്കെയാണ് കമ്മ്യൂണിസം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കേണ്ടത്. എന്നാൽ ഒരു പ്രത്യേക പക്ഷത്തിന്റെ വക്താവായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിത്തീർന്നതിൽ ആചിരിത്താനം സെന്റ് തോമസ് ഓർത്തഡോക്സ് സേവാ പള്ളിക്ക് സങ്കടമുണ്ട്. എനിക്കും സങ്കടമുണ്ട്. മലങ്കര സഭയ്ക്ക് മുഴുവൻ സങ്കടമുണ്ട്. ഞാൻ ഇത് ലൈവായിട്ടുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഒരു പക്ഷേ എന്നെ നാളെ തല്ലിയേക്കാൻ കൊന്നേക്കാൻ ഒന്നുമില്ല. ഇങ്ങനെയാണോ ഒരു രാജ്യം ഭരിക്കുന്ന, ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആള് പ്രതികരിക്കേണ്ടത്? പക്ഷാഭേദമാണോ ഒരു നേതാവിന്റെ ക്വാളിറ്റി? നമ്മൾ ചിന്തിക്കണം. സഭയെ പരിഹസിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറഞ്ഞു. ശവത്തോട് അനാദരവ് കാണിച്ചു. ഈ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് ഈ പരിശുദ്ധ മദ്ബഹ മുൻപിൽ ഞാൻ പറയാം, മലങ്കര സഭ ഒരു മൃതദേഹത്തോടും അനാദരവ് കാണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മാത്യു സച്ചനുണ്ട്, ഇപ്പം വെറുമ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി. എന്നോടൊപ്പം അച്ഛൻ തിരുവല്ല MGM സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചവർ. ഞാൻ പോയി പങ്കെടുത്ത അടക്കമാണ് അച്ഛന്റെ അമ്മയുടെ അപ്പന്റെ അടക്കം. പറവുംപള്ളി എന്ന് പാത്രി സുഭാഗത്തിന്റെ കയ്യിലാണ്. മണിക്കൂറുകൾ പൊരി വെയിലുന്ന വെയിലത്ത് ഈ മൃതശരീരം അവിടെ വെച്ചു. കട്ടച്ചിറയിൽ 2 സംസ്കാരം നടന്നു. ഒരു വൈദികൻ അമ്മ മരിച്ചപ്പോ യാതൊരു ബഹുമില്ല കൊണ്ട് അടക്കി. ആരുമില്ലാതെ അനാഥാലയത്തിൽ മരിച്ചൊരു അമ്മയുടെ ശരീരം അത് വെച്ച് വില പറഞ്ഞു. നമ്മൾ പറഞ്ഞു നമ്മൾ അടക്കി കൊടുക്കും. പക്ഷേ സുപ്രീം കോടതി വിധി അനുസരിച്ച് നിയമാനുസൃത വികാരി അടക്കി കൊടുക്കും. ഒരു വിശ്വാസിയും പള്ളി കയറണമെന്ന് പറഞ്ഞില്ല. പക്ഷെ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പഠിക്കാത്തത്? ഒരു കാര്യം ഓർത്തോണം, ഒരു നേതാവ് ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ അതിന്റെ ആദ്യോടന്തം മുഴുവൻ മനസ്സിലാക്കി ഇടപെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ വില ഉണ്ടാവില്ല. അത് ഞാനാണെങ്കിലും, അത് കേരളത്തിലെ മുഖ്യമന്ത്രി ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഗഹനമായ അറിവുണ്ടാവണം. എങ്കിൽ മാത്രമേ അതിനോട് ഇടപെടാവൂ. മലങ്കര സഭ ആരുപദ്രവിച്ചാലും മലങ്കര സഭ നശിക്കത്തില്ല. നിങ്ങളൊരു കാര്യം ഓർത്തോണം, ഈ സഭ നന്നായി പോകുന്നത് മറ്റൊരു സഭയ്ക്ക് ഇഷ്ടമല്ല. അത് അടിവരയിട്ടോണ്ട് പറയാം. ഒരു സഭക്കാർ പറഞ്ഞോ സുപ്രീം കോടതി വിധി നടപ്പാക്കി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് നീതി നടപ്പാക്കണമെന്ന്? ആരും പറഞ്ഞില്ല. മലങ്കര സഭയെ പൊതു ശത്രുവായിട്ട് കണ്ടു.
മലങ്കര സഭയിൽ നിന്ന് എല്ലാവരും കാണുന്നത് പൊതുശത്രുവായിട്ടാണ്. കാരണം മലങ്കര സഭ യാക്കോബായ വിഭാഗത്തിൽപ്പെടുന്ന ഇടവക്കാരൊക്കെ നമ്മുടെ മക്കളാണ്, നമ്മളൊന്നാ. ഇത് രണ്ടും കൂടെ ഒന്നായാലുണ്ടല്ലോ ഈ കേരളത്തിലെ ശക്തമായ സഭ മലങ്കര ഓർത്തഡോക്സ് സഭയായിരിക്കും. പണ്ട് ബ്രിട്ടീഷുകാർ കാണിച്ച പോലെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, തമ്മിത്തല്ല്, കടിച്ചു കീറി ചാകട. ഞങ്ങൾ ചോര കുടിച്ച് സന്തോഷവും അല്പസുഖവും ഒക്കെ എടുത്തുകൊണ്ടിങ്ങനെ ഇരുന്നോളാം. ഇതാണ് ബഹുഭൂരിപക്ഷത്തിന്റെയും ആഗ്രഹം. പക്ഷെ ദൈവത്തിന്റെ നീതി അതല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മലങ്കര വർഗീസുകാരനെ കൊന്നു, തുണ്ടം തുണ്ടം കഷ്ണമാക്കിയിട്ടു. എവിടെ പോയി ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും? ഓനാഞ്ചേട്ടനെ കൊന്നു, എവിടെ പോയി ഇവിടുത്തെ നിയമങ്ങൾ? ചോദ്യം തെറ്റാണോ? മറുവിഭാഗത്തിൽ ആരും കൊന്നിട്ടുണ്ടോ? ഒരാളുടെ ശരീരത്തെങ്കിലും മലങ്കര സഭ മകന്റെയോ മകളുടെ കയ്യിൽ നിന്ന് ഒരിറ്റ് രക്തം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. നമ്മുടെ പിതാക്കന്മാര് ക്ഷമയുടെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റേതുമാണ്. ഇപ്പോഴത്തെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് എന്തോ ഒരു വിനയത്തിലൂടെ സംസാരിക്കുന്നത്, എന്തൊരു സ്നേഹത്തിലൂടെ സംസാരിക്കുന്നത്. പക്ഷേ അതൊരു ബലഹീനതയായിട്ട് ഒരു രാഷ്ട്രീയ നേതാവും കാണുന്നത്. അത് മലങ്കര സഭയുടെ ബലഹീനതയല്ല പ്രിയപ്പെട്ടവരെ. മലങ്കര സഭയ്ക്ക് ദൈവത്തോടുള്ള നീതിബോധമുള്ളത് കൊണ്ടും എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് ഉദ്ധാനം ചെയ്ത കർത്താവിനെ തൊട്ടുകൊണ്ട് പറഞ്ഞ മാർത്തോമയുടെ മക്കളായതുകൊണ്ടും മറ്റു കാര്യങ്ങളുണ്ട്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരും മറ്റ് സഭക്കാരൊക്കെ ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് പോയവരെ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അമ്മ. അമ്മയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ട് അമ്മയ്ക്കടി ചവിട്ടുക. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവും പ്രാപ്തിയും മലങ്കര സഭയ്ക്കുണ്ട്. അതുകൊണ്ട് മലങ്കര സഭയുള്ളവരൊക്കെ മന്ദബുദ്ധികളാണെന്ന് ആരും വിചാരിക്കുന്നില്ല. എന്നാലും ദൈവത്തിന് നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയെങ്കിലും പറഞ്ഞില്ല എനിക്ക് ഉറക്കം പറ്റും. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ സ്വസ്ഥ ഉണ്ടാകും. നിങ്ങൾ എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശാശ്വതമായ സമാധാനം സുപ്രീം കോടതി വിധിയിലൂടെ സഭയ്ക്കുണ്ടാകുവാൻ വേണ്ടി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മലങ്കര സഭ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോപ്പിക്കാൻ ഒക്കത്തില്ല.